ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫിഷ് കറി ഉണ്ടാക്കുന്ന ഇട്ടിരിക്കുന്നത്. ഫിഷ് കറി എന്ത് ഫിഷാണെന്ന് എനിക്കറിയില്ല, നുറുക്കുമേ ഏട്ട പഠിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് ഇട്ടു കേട്ടോ. മുളക് പൊടി സാധാ മുളക് പൊടി ഇട്ടിരിക്കുന്നത്, പിന്നെ കുറച്ചായിട്ട് ആ കളറിലേക്ക് കളറ് വേണം. ഫിഷ് കറി വെക്കുമ്പോൾ എനിക്ക് മെയിനായിട്ട് ഒരു ചുവന്ന കളറ് കിട്ടിയാലേ എനിക്ക് സംതൃപ്തിയുള്ളൂ. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു. ഞാനിങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ, പലരും പലതരത്തിലാണ് വെക്കുന്നത്. പിന്നെ കുറച്ച് കല്ലുപ്പ്, ഉപ്പിന് ആവശ്യമായിട്ടുള്ള കല്ലുപ്പ് ഇട്ടു. എല്ലാവർക്കും ഓരോരുത്തരം ഐഡിയകൾ ഉണ്ടാകും അത് വേണമെന്ന്. പിന്നെ ഇഞ്ചിയും ഉള്ളിയും ചതച്ചത് ഇട്ടു കേട്ടോ. അവസാനം ഞാനിതൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തിരുമ്പി വെക്കുന്നതാട്ടോ. വെളിച്ചെണ്ണ ഇതൊക്കെ ഒഴിച്ച് തിരുമ്പി വെച്ചു. ഈ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുപ്പത്ത് വെച്ചത്, എല്ലാം സെറ്റായിട്ട് കുറച്ച് കഴിഞ്ഞ് അടുപ്പത്ത് വെച്ചത്. പിന്നെ ഉള്ളി മൂപ്പിക്കാൻ വെച്ചു. കറി ഒന്ന് ഇതായി പാകമായി വന്നപ്പോൾ ഞാൻ ഉള്ളി മൂപ്പിക്കാൻ വെച്ചു. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഈ കൂട്ടാനിലേക്ക്, അതായത് കറിയിലേക്ക് അത് ഒഴിച്ചെടുക്കാൻ ഞാൻ ചെയ്യുക. ഇങ്ങനെയാണ് ഞാൻ മിക്കവാറും മീൻകറി വെക്കുക. ഇതാണ് എൻ്റെ സ്റ്റൈൽ. എല്ലാവരും ഇങ്ങനെയാണ് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ ചാറ് എനിക്ക് അങ്ങനെ നല്ലപോലെ വറ്റണം. അതിങ്ങനെ വെള്ളം പോലുള്ളത് എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ വറ്റി നല്ല ഇതായിട്ട് വരുമ്പോഴാണ് ഞാൻ ഉള്ളി തളിക്കുക. അപ്പോഴാണ് കറിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ.